ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം രാത്രിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾ കുറേ അധികം റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് കാലം മുന്നേ ആയിട്ടിരുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ നമുക്ക് പൈൽ റീഡിങ് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള ബ്ലാക്ക് മാജിക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ എന്താണെന്ന് നോക്കാം. അതിന് ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈല് അമിത്തിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് പൈറേറ്റ് എന്ന് പറയുന്നൊരു സ്റ്റോണാണ്, അത് പൈറേറ്റ്. അപ്പോൾ ഇത് സെക്കൻഡ് പൈലാണ് പൈറേറ്റ്, ഫസ്റ്റ് പൈല് അമത്തിസ്റ്റ് ആണ്. അപ്പം ഈ ഒരു 2 പൈല് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായ പൈല് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് നോക്കാം. പക്ഷേ ഇത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി കണക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ കുറേ അധികം ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ ടാരോ ഏഞ്ചൽസ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നതാണ് എൻ്റെ ഈ റീഡിങ്സിലൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു എനർജി എക്സ്ചേഞ്ച് പോലെയാണ്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എനർജി, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. എനർജി ടാപ്പ് ചെയ്യണം എന്ന് ചെയ്യുന്നു എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇത് ഫസ്റ്റ് പൈലാണ് അമെത്തിസ്റ്റ്, ഇത് പൈറേറ്റ് സെക്കൻഡ് പൈൽ. നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഈ അമെത്തിസ്റ്റ് ബ്രേസ്ലെറ്റിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി നോക്കിയാലും മതി കേട്ടോ. നിങ്ങൾ അടുത്ത പൈലിൽ നിന്ന് കണ്ടു നോക്കിയാലും മതി. നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് പൈൽ തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല. നോക്കാം നിങ്ങൾക്ക് ഏറ്റവും ബ്ലാക്ക് മാജിക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വന്നത് കൂടുതലൊരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും വന്നിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പം ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും വേണമെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടായിരിക്കാം. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ടായിട്ടും നിങ്ങൾ അവരെ വിട്ട് കളയേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പം വൈരാഗ്യത്തോടെ വിട്ട് കളയുന്നതല്ല, അത് ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ നിസ്സഹായത ഉണ്ട്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ അവരെ വിട്ട് കളഞ്ഞു. ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ അങ്ങനെ നോക്കട്ടെ. പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഇതിൽ ഇത് കണ്ടില്ലേ, ഇതിൽ ആ ഒരു നിങ്ങൾ പോകുന്നത് കണ്ട് നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവര് ചിലപ്പോൾ പുറത്തൊരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് നിസ്സഹായതയാണ് അവർക്ക്. ഒന്നും ചെയ്യാനില്ല, ഇതിൽ ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഒരുപാട് ഏതെങ്കിലുമൊക്കെ പ്രാരബ്ധത്തിൻ്റെ നടുവിൽ പെട്ടുപോയ ആളായിരിക്കണം ഇത്. അപ്പോൾ അതിൽ കറണ്ട് അവസ്ഥ ഒന്നുകൂടി നോക്കട്ടെ എന്താണെന്ന്. ഒരുപാട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പരസ്പരം. ഏസ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഇതിലും ഇത് പൂർണ്ണമായും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ബ്ലാക്ക് മാജിക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല. അത് നിങ്ങളിലുണ്ട് കുറേ. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എവിടെന്നോ ശക്തമായിട്ടുള്ള നെഗറ്റീവ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങൾ മാറിപ്പോയതായിരിക്കാം. അപ്പോൾ അങ്ങനെ മാറിപ്പോയതിന് ശേഷം ഇത് കണ്ടോ, ഇതൊരു ഏസ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്.
ആ വ്യക്തിക്കും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും ഒരു ഈ നെഗറ്റീവ് എനർജി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല. പക്ഷേ നിങ്ങളത് എങ്ങനെയൊക്കെയോ കുറച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടത് പൂർണ്ണമായും വിട്ടുകളയണമെന്ന്. പക്ഷേ ഈ ഒരു ചിലപ്പം ഈ ഒരു വ്യക്തിയിലും ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പരസ്പരം ഉള്ളിൽ എത്ര സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാനും പറ്റില്ല. വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് പരസ്പരം പ്രശ്നങ്ങളൊന്നും തന്നെ കാണില്ല. പക്ഷേ നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ടിരിക്കാനും പറ്റില്ല, സ്നേഹത്തോടെ ഇരിക്കാനും പറ്റില്ല. കാരണമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിരിഞ്ഞു പോകേണ്ടി വരുന്ന ഒരവസ്ഥ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിരിക്കുന്ന വ്യക്തികളുടെ ഒരു അവസ്ഥയാണ് ഇതിനകത്ത് കാണുന്നത്. മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ കുറേ പരിഹാരങ്ങളൊക്കെ ഇതിന് ചെയ്തിട്ടുണ്ടായിരിക്കാം, പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു മാജിക് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയൊരു മാജിക്കാണ് ഇത്. ഇത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ്, അതിൽ ശക്തമായൊരു മാജിക്ക് സംഭവിച്ച് ഒരു മജീഷ്യൻ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു മാജിക്കല്ല, ശക്തമായൊരു മാജിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ ആ മാജിക് ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളിലായ നെഗറ്റീവ് എനർജി ഉണ്ട്, പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടില്ല എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് കാണുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ഇടയിൽ വന്നൊരു പ്രശ്നമാണ് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക്. കൂടുതലും ഇത് തന്നെയാണ് കാണുന്നത്, റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് വേറെ ആർക്കെങ്കിലും ഒരു അസൂയമുത്ത് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ വന്നിട്ടുണ്ടായിരിക്കാം, ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരിക്കാം, മണി ബ്ലോക്സ് വന്നിട്ടുണ്ടായിരിക്കാം. ചാരിയറ്റാണ്. നിങ്ങൾക്ക് ഇതിലും വീണ്ടും ഒരു കൺഫ്യൂഷനാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ആ ഒരു ദേഷ്യം മുഴുവൻ നിങ്ങൾ ആ വ്യക്തിയുടെ തലയിൽ വെക്കുന്നുണ്ടായിരിക്കാം. കാരണം ഇതിൽ രണ്ട് വഴികളുണ്ട്, രണ്ട് വഴികളിൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ അവർ നിങ്ങളെ മുഴുവൻ കുറ്റം പറയുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അവരെ അങ്ങോട്ട് കുറ്റം പറയുന്നുണ്ടായിരിക്കാം. അതിനുള്ള തെളിവുകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എംപററിൻ്റെ എനർജിയാണ് ഇത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഈഗോയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കുറേ ഈഗോ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ പോലെ അല്ല, അവർക്ക് ഒട്ടും വീഴ്ച തരാനോ നിങ്ങൾ പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റൂല. അവർ പറയുന്നതാണ് ശരിയെന്നങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം, നിങ്ങൾ പറയുന്നതാണ് ശരിയെന്നൊരു തോന്നൽ വരും. അത് ഈ നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ തന്നെ നമ്മളല്ലാതായി പോവും. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക്. ഇപ്പം ആ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരാളിന് ആ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് വേറെ പല കാര്യങ്ങളിലും ഈ വ്യക്തിയെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബ്രെയിനിനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരാളുടെ നിയന്ത്രിക്കാൻ പറ്റും. അതാണ് ബ്ലാക്ക് മാജിക്. അപ്പോൾ അത് ഇല്ല എന്നൊക്കെ പറയുന്നത് ചുമ്മയാണ്. നമുക്ക് ഉണ്ട്, ആ ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സത്യമാണ്. കാരണം ഇതെല്ലാം എനർജി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എനർജി കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ശക്തമായിട്ടുള്ളൊരു ബ്ലാക്ക് മാജിക്കാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈഗോ ഉണ്ടായി ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടായിരിക്കണം. ടെമ്പറൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, ഇത് റിമൂവ് ആയി പോകാൻ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പരിഹാരക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടത് പോയിട്ടില്ലെന്നാണ് കാണുന്നത് കേട്ടോ. ഇതിനകത്ത് പൂർണ്ണമായിട്ടത് പോയിട്ടില്ല. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ
ഈ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഇത് തന്നെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. അതും കൂടെ പറയാം. ഒത്തിരി ആൾക്കാർ കാണുന്ന റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് കാണുന്നത്. ആ പ്രാർത്ഥിച്ചെങ്കിലും ഇതിൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ പൂർണ്ണമായും വ്യത്യാസം വന്നിട്ടില്ല. സ്റ്റിൽ അത് അവിടെ ഉണ്ട്. ഹെർമിറ്റാണ്. ഇതിൽ നിങ്ങൾ ഒരുപാട് പൂജയും ഹോമവും മെഡിറ്റേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിത് അറിയാമായിരിക്കാം, ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, വയ്യാണ്ടായി പോയിട്ടുണ്ടായിരിക്കാം, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം. സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, പൂർണ്ണമായി അത് മാറിപ്പോയിട്ടില്ലായിരിക്കണം. അപ്പോൾ ഹെർമിറ്റാണ്. ഇപ്പോഴും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ നെഗറ്റീവ് എനർജി പോകാൻ പ്രയത്നിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു നെഗറ്റീവ് എനർജി പോയിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അവരിൽ ഉണ്ട്, പൂർണ്ണമായും പോയിട്ടില്ല. വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ പൂർണ്ണമായും അത് പോയിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇതാണ് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിംഗ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹലോ, ഇത് സെക്കൻഡ് പൈൽ തിരഞ്ഞെടുക്കുന്നവരുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ഏറ്റിട്ടുണ്ടെങ്കിൽ നിലവിലത്തെ അവസ്ഥ എന്താണ്? കുറച്ച് ഹെവി എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു തലയ്ക്കൊക്കെ ഒരു പിടുത്തം വരുന്നുണ്ട്. പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി സ്റ്റാറും വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഒരു ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം, അത് നിങ്ങളുടെ പ്രൊഫഷനായിരിക്കാം ചിലപ്പോൾ. ആ ഒരു കാര്യം അത് ബ്ലോക്കായി പോയത് ഈ ഒരു ബ്ലാക്ക് മാജിക് നിമിത്തമാണെന്നുള്ളതാണ്. സ്റ്റാർ നമ്മുടെ ഹോപ്പാണ്, പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ ഇതിൽ കുറേ ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർക്കും ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റിൽ ചിലപ്പോൾ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി കുറച്ചവിടെ ഉണ്ടെങ്കിലും ഹീലിംഗ് ആയി നിങ്ങളതൊന്ന് പുറത്തേക്ക് കിടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ കുറച്ച് ധൈര്യപൂർവ്വം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇതിനൊന്നും വകവയ്ക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നത്, ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിച്ച് നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ഉപദ്രവിക്കില്ല. നമ്മളൊരു അത്രയും സ്ട്രെങ്ത് ഇല്ലാതാവുമ്പോഴാണ് ഇത് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചൊന്ന് ധൈര്യമൊക്കെ സംഭരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. ഇതൊരു പ്രൊട്ടക്ഷൻ്റെ എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ദിവസവും ഉപ്പുവെള്ളത്തിൽ കുളിക്കുകയും ക്ലെൻസ് ചെയ്യുകയും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. കുറേ ആൾക്കാർ ഹീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, റേക്കി ഹീലേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രാണി ഹീലേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹീലിങ്സ് എടുക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പം അതിൻ്റേതായ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഇതിനകത്തും ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് വന്നിട്ടുള്ളതെന്നാണ് കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് കിട്ടിയിട്ടുള്ളതെന്നാണ് കാണുന്നത്. ലവേഴ്സാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് സ്റ്റാറും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ കുറേ ഹീലാക്കാൻ ചിലപ്പം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹീലാക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണത്, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അതിനാണ് ബ്ലാക്ക് മാജിക് വന്നിട്ടുള്ളതെന്നാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ചില ആൾക്കാരുമായിട്ട് ഒരു ബിസിനസ് ചെയ്ത ആൾക്കാരായിരിക്കാം ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് ചെയ്തത് പൈസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനായിരിക്കണം, അല്ലെങ്കിൽ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തതായിരിക്കാം. അതുകൊണ്ട് കേട്ടോ.
നിങ്ങളിൽ നിന്നും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തതുമാകാം. ശരിയാണ്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരിന് സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങളോട് അസൂയുള്ള ആരോ, നിങ്ങൾക്ക് പൈസ ഉണ്ടാകുന്നതിൻ്റെ അസൂയായിരിക്കാം, അല്ലെങ്കിൽ നല്ലതായിട്ട് ജീവിക്കുന്നതിൻ്റെ അസൂയായിരിക്കാം. അങ്ങനെ അസൂയുള്ള ആരോ ആണ് ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു മണി ബ്ലോക്ക് പോകാനാണ് സാധ്യത. മണി ബ്ലോക്ക്സ് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് നടന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടായാലും നല്ല പൈസ ഉണ്ടായിരുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വിൽപ്പന നടക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പൈസ വരാനുള്ള വഴികളൊക്കെ അടഞ്ഞുപോയി. ചിലപ്പോൾ സ്ഥലമോ വസ്തുവോ ഒക്കെ വിൽക്കാനുള്ള ആൾക്കാർക്ക് അത് വിൽക്കാൻ പറ്റാതെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതാണ് കാണുന്നത്. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ചില ആൾക്കാർ വിദേശത്ത് അങ്ങനെ ആയിരുന്ന ആൾക്കാരാണെങ്കിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട പോലത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഒരു വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ ഇടയ്ക്ക് വിദേശത്തായാലും ഇവിടെ ആയാലും ഈ ഇടയ്ക്ക് നിങ്ങളൊരു വലിയ അപകടത്തിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കണം. അത്രയും മോശമായിട്ടുള്ള സ്റ്റേജിലേക്ക് പോയി എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് മണി ബ്ലോക്സ് ആണ് കാണുന്നത്. നിങ്ങളുടെ പല തരത്തിലുള്ള പൈസ വരുന്ന കാര്യങ്ങൾ പല ഇതിൽ നിന്നും നിങ്ങൾക്ക് ബ്ലോക്കാക്കി കളയാൻ പറ്റി. അവർക്ക് അങ്ങനെയാണ് കാണുന്നത്. ഇതിലും മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും ശക്തമായ ഒരു മാജിക് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ മാജിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മാജിക് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് നഷ്ടപ്പെട്ടു പോവുകയോ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ജോലിയും ബിസിനസ്സുമായി സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു വലിയ സാമ്പത്തിക ബാധ്യതയിൽ കടക്കെണിയിലായി പോയി എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഹാങ്ഡ്മാനാണ്. അപ്പോൾ സ്റ്റക്കായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങളെ ബന്ധനത്തിലാക്കി എന്നൊക്കെ പറയൂലേ, അങ്ങനെ ബന്ധനത്തിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ബിസിനസ്സോ ഇപ്പം ജോലി ആയാൽ പോലും നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ആ ജോലി ഇങ്ങനെ കിട്ടാൻ പറ്റാത്ത ബന്ധനത്തിലാക്കി എന്നുള്ളതാണ്. ഇത് ഉണ്ട് കേട്ടോ. സ്റ്റിൽ നിങ്ങൾക്കും ഇത് പൂർണ്ണമായി മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിന് സമയം എടുക്കും കേട്ടോ. പെട്ടെന്നല്ല ഈ പരിഹാരങ്ങൾ ചെയ്താലും ചിലപ്പോൾ പൂർണ്ണമായി അത് മാറിപ്പോവും, ചിലപ്പോൾ പൂർണ്ണമായിട്ടും അത് പെട്ടെന്ന് തന്നെ പോവില്ല. അങ്ങനെയുണ്ട്. അത് നിങ്ങളും നന്നായിട്ട് പ്രാർത്ഥിച്ച് ബാക്കി എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യണം കേട്ടോ, അത് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്താലേ അത് മാറിപ്പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, എന്ത് എനർജി വന്നാലും ഇതൊന്നും എൻ്റെ ഓറയിലെ ഈ ഒരു എനർജിക്ക് കടക്കാനുള്ള ഒരവസരം ഞാൻ ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ല മെഡിറ്റേറ്റ് ചെയ്ത് നല്ല ഓറ ശക്തിയാക്കിയാൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാജിക്കും വരില്ല, നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾ നെർവസ് ആയിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഡൗൺ ആയി പോയിരിക്കുന്ന സമയത്താണ് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ അതെന്തായാലും വന്നു പോയി. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്രയും അറിയാൻ പറ്റാത്ത സമയത്തായിരിക്കും വന്നത്. പക്ഷെ എന്ത് തന്നെയാലും അതുകൊണ്ട് നിങ്ങളെ ഒരിടത്ത് കെട്ടി വയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. അവർക്ക് ഒരിടത്തും മൂവ് ചെയ്യാൻ പറ്റാതെ കെട്ടി വയ്ക്കാൻ ഉള്ളൊരു ഇതുണ്ടാക്കി. ഇത് ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഡെവിൾ അറിയാലോ, ഒരു ബന്ധനത്തിലാക്കിയ ഒരവസ്ഥയാണുള്ളത്. ഒന്നും ചെയ്യാൻ പറ്റാത്തവണ്ണം നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്നും മാറിപ്പോകാൻ പറ്റാത്തവണ്ണം എന്തോ ഒരു സ്റ്റക്കായിപ്പോയി. ഇത് കുറച്ച് ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മറ്റുള്ളവർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ആരോ ഇത് ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും, ചിലപ്പോൾ അത് പൂർണ്ണമായും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ചെയ്തതായിരിക്കും. ഇത് രണ്ടും ഉണ്ട്. ഇപ്പം പലരുടെയും ഇൻറ്റൻഷൻ പലതാണ്, ഒന്നല്ല.
അപ്പോൾ എന്തായാലും ഇതൊരു ഡബിൾ എനർജി ഉണ്ട്. ഇത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡബിൾ എനർജിയാണ് ഉള്ളത്. അപ്പോൾ അത് ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആരൊക്കെയോ ഹീലർമാരായിരിക്കാം, അല്ലെങ്കിൽ ടാരോ റീഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഹീലർമാരായിരിക്കാം. അപ്പം നിങ്ങൾ കുറേ ഹീലിങ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നെഗറ്റീവ് എനർജി ആണെന്ന് അറിയാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖമാണെന്ന് നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് എനർജി നിൽക്കുമ്പോൾ ഹീൽ ചെയ്താൽ ഈ റേക്കി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. പെട്ടെന്ന് റേക്കി എനർജി കൊണ്ട് നമുക്ക് ഈ ബാധാദോഷങ്ങളോ ഒന്നും പെട്ടെന്ന് മാറിപ്പോകുമായിരിക്കാൻ എനിക്ക് ഒത്തിരി സമയം എടുക്കും കേട്ടോ. അപ്പം അത് മാത്രമേ അത് മാറുള്ളൂ. പിന്നെ റേക്കി എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും വഴങ്ങുന്നൊരു കാര്യമല്ല. അത് ഡിസർവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ റേക്കി കൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും അത് പഠിക്കാൻ പറ്റൂല, അവരുടെ മുന്നിൽ വരൂല, അത് റേക്കി ചാനലാകാൻ പറ്റൂല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് ഹീലിംഗ് ഒക്കെ കുറേ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കുറേ ഹീലിംഗ് ഒക്കെ ഇതിന് എന്തൊക്കെയോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ നടന്നിട്ടുണ്ടെങ്കിലും അതിന് പിന്നെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് എന്തായാലും ഫലമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇതും ടെമ്പറൻസ് ആണ്. ഇത് നിങ്ങൾ പൂജയും വഴിപാടും പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട് എന്നും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നു. കാരണം നിങ്ങളൊക്കെ ശരിക്കും ഒരു സ്പിരിച്വൽ പാത്തിലോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. മനസ്സിലാകാതെ അറിയാതെ ഇരിക്കുന്ന ആൾക്കാരല്ല, അറിയാവുന്ന ആൾക്കാർ തന്നെയാണെന്നാണ് കാണുന്നത്. അതിന് നിങ്ങൾ പ്രതിവിധികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ബാക്കിയും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. സൺഗാർഡാണ്. ഇത് മാറിപ്പോകും കേട്ടോ, ഉടനെ തന്നെ മാറിപ്പോകും. കാരണം നിങ്ങളുടെ സമയമൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. നമ്മുടെ സമയം കൊള്ളില്ലാത്തപ്പോൾ നമ്മൾ ആര് ചെയ്യണ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരും. കാരണം നമ്മളപ്പോൾ നെർവസ് ആയി പോകും. നമുക്ക് ഇമോഷണലി നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയത്ത്, ഒരു പോസിറ്റിവിറ്റി ഇല്ലാതിരിക്കുന്ന സമയത്താണ് പുറത്തുള്ള നെഗറ്റീവ്സ് എല്ലാം നമ്മളിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ സമയം മാറുന്നുണ്ട്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നുണ്ട്, നിങ്ങൾ ഫുള്ളി ഒരു പോസിറ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. ആ പോസിറ്റിവിറ്റി നിങ്ങൾ അത്രയും മനസ്സുകൊണ്ട് അത്രയും സ്ട്രെങ്തൻ ആകുമ്പോൾ നിങ്ങളിൽ നിന്ന് ഈ എനർജി മാറിപ്പോകും എന്ന് തന്നെയാണ് കാണുന്നത്. ആ ടവർ ഒരു ചേഞ്ച് വരും എന്തായാലും. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യത്തിന് അതിന് ഫലമുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. 3 of Pentacles, ഇത് നിങ്ങൾ വേറെ ആരുടെയെങ്കിലും സഹായമൊക്കെ ഇതിന് തേടുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും സഹായം കൊണ്ടായിരിക്കണം ഈ ഒരു നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിന് ഫലം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിൽ അത് ഉണ്ടെങ്കിൽ പോലും അത് മാറിപ്പോകും. കാരണം അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അത് പ്രാർത്ഥനയായിരിക്കാം, മെഡിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി. അത് ഹീലിംഗ് പോലെയുള്ള കാര്യമായിരിക്കാം. അതിനൊക്കെ ഫലമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് എനർജി, നിങ്ങളുടെ നെഗറ്റീവ് എനർജിയുടെ കറണ്ട് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് കണ്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഫയൽ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫയൽ കൂടി ഒന്ന് കണ്ടുപോക്കുക, അല്ലെങ്കിൽ 2 ഫയലും കണ്ടുപോക്കുക. ചിലപ്പോൾ 2 ഫയലിലുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ടാവും. ഇതാണ് ഇന്നത്തെ റീഡിങ്. താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.